ഇന്നത്തെ നമ്മുടെ റെസിപ്പി കേരമീൻ മുളകിട്ടതാണ്. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന മീൻകറി തേങ്ങ അരയ്ക്കണ്ട, തേങ്ങാപ്പാലും ചേർക്കണ്ട. നമ്മൾ ഈ ഒരു മുളകിട്ട മീൻകറി മാത്രം ഒരു പുളിശ്ശേരി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് നല്ലതുപോലെ കഴിക്കാം. ഈ മീൻകറി ചോറിന് മാത്രമല്ല പലഹാരങ്ങൾക്കൊപ്പം കഴിക്കാൻ പറ്റിയ കറിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില എല്ലാം മൂത്ത് വരുന്നതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉലുവപ്പൊടി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിരിയ മുളക് പൊടിയാണ്. അതാകുമ്പോൾ നിറവും കിട്ടും, എരിവും കുറവായിരിക്കും. വെള്ളത്തിൽ കുതിർത്ത് വെച്ച കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കേരമീനാണ്. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി അടച്ചു വെച്ച് വേവിക്കാം. മീൻ കറി തുറന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ. ഇനി നമുക്ക് മൂടി വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. കറി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ച് കൊടുത്ത് കറിവേപ്പില ഇട്ട് വാങ്ങിയെടുക്കാം. രുചികരമായ മുളകിട്ട മീൻകറി തയ്യാറായിട്ടുണ്ട്. ഈ മീൻകറി ചോറിന് മാത്രമല്ല പലഹാരങ്ങൾക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.